ഹായ് ഫ്രണ്ട്സ്, AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക സേതുവിനോട് സ്നേഹയുടെ വിവാഹം കഴിഞ്ഞ കാര്യം പറയുന്നത് കേട്ട് സേതു ഞെട്ടി നിൽക്കുകയാണ്. ഞങ്ങൾ എല്ലാവരും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ അവനോടൊപ്പം പോയി. അവളെ അച്ഛൻ മറന്നു കളഞ്ഞേക്കച്ച എന്ന് അവന്തിക പറയുന്നത് സേതുവിന്റെ ആ ഭാവം കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അവന്തിക. ഇതേ സമയം സന്ദീപും സച്ചിയും നന്ദനും അർച്ചനയും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹയെക്കുറിച്ച് തന്നെയാണ് അവർ ഓർക്കുന്നത്. നിരാശയോടെയാണ് 4 പേരും മടങ്ങി വരുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് എങ്ങനെ അച്ഛനോട് ഇത് പറയുക എന്ന് അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുന്നു, സത്യം അതുപോലെ പറയാം ഏട്ടത്തി, അതല്ലേ നല്ലത്. എപ്പോഴായാലും അച്ഛൻ ഇത് അറിയും, പിന്നെന്തിനാ മറച്ചു വെക്കുന്നത് എന്ന് സന്ദീപ് പറയുന്നു. ഏത് രീതിയിൽ കാര്യം അവതരിപ്പിച്ചാലും അച്ഛൻ അത് കേൾക്കുമ്പോൾ ആകെ തകർന്നു പോകും. അത് ആലോചിക്കുമ്പോഴാ എന്നൊക്കെ സച്ചി പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട്, സന്ദീപേ, നീ വണ്ടി തിരികെ, എന്നിട്ട് നമുക്ക് അവന്റെ അടുത്തേക്ക് തന്നെ പോകാം. എന്നിട്ട് അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് നമുക്ക് അവളെ പിടിച്ചോണ്ട് വരാം. അതിന്റെ പിറകെ വരുന്ന ഏത് കേസും ഞാൻ നോക്കിക്കോളാം എന്ന് നന്ദൻ. നന്ദേട്ടാ, നിയമപ്രകാരം ധനുഷിന്റെ ഭാര്യയായി കഴിഞ്ഞു സ്നേഹ. ഇനിയിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അവന്റെ കൂടെയേ നിൽക്കൂ അവള്. ഇനി അതിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ കുറ്റക്കാരാവത്തേയുള്ളൂ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ആകെ നിരാശയോടെ നന്ദൻ ചോദിക്കുന്നു, ഞാൻ പിന്നെ എന്തു വേണമെന്ന അർച്ചനയെ പറയുന്നത്? ഇതൊക്കെ കണ്ടും കേട്ടും മിണ്ടാതെ ഇരിക്കണോ? ഒരു കാര്യം ഞാൻ പറയാം. ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ അവളെ ഞാൻ തീർക്കും. അത്രയ്ക്കും ദ്രോഹമാണ് അവളിപ്പോൾ കാണിച്ചത് എന്ന് പറയുമ്പോൾ സന്ദീപ് പറയുന്നുണ്ട്, കളഞ്ഞേക്കേട്ടാ, ഇങ്ങനെ ഒരുത്തിയെ കൂടപ്പിറപ്പായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. നെല്ലിശ്ശേരി വീടിന്റെ 7 അയലത്ത് പോലും രണ്ടിനെയും അടുപ്പിക്കരുത്. അച്ഛനോട് നമുക്ക് പറയേണ്ട രീതിയിൽ പറയാം, അച്ഛനത് മനസ്സിലാവും എന്ന് സന്ദീപ് പറയുന്നു. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീടാണ്. ആകെ തകർന്ന നിലയിൽ തന്നെ ഇരിക്കുകയാണ് സേതു. സേതു അവന്തികയെ അവിടേക്ക് വിളിക്കുന്നു. അവന്തിക അവിടെ എത്തി എന്താണെന്ന് ചോദിക്കുന്നു. വണ്ടിയെടുക്ക്, നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എന്ന് സേതു പറയുന്നു. അല്ലച്ചാ, ചോദിക്കുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. എവിടേക്കാണച്ചാ പോകേണ്ടത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, സ്നേഹ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ പോകാം. എനിക്ക് അവളെ ഉടനെ തന്നെ കാണണം. തിരിച്ച് വിളിച്ചുകൊണ്ട് വരണം. അല്ലച്ചാ, നന്ദേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ടും അവൾ തിരിച്ചു വന്നില്ല. അത് ഞങ്ങൾക്ക് വിഷമമാവുകയും ചെയ്തു. ഇനി അച്ഛൻ ചെന്ന് വിളിച്ചിട്ടും അവൾ വന്നില്ലെങ്കിൽ അത് ഇപ്പോഴത്തെക്കാളും അച്ഛന് വലിയ വിഷമമുണ്ടാക്കും. ആലോചിച്ചിട്ട് പോരെ എന്ന് അവന്തിക. ഒന്നും ആലോചിക്കാനില്ല. ഞാൻ വിളിച്ചാൽ അവൾ വരും. അവൾ എന്റെ മോളാണ്. ഞാൻ വിളിച്ചാൽ തീർച്ചയായും വരും. നീ വാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ സേതു പോവാൻ തുടങ്ങിയപ്പോഴാണ് സേതുവിന്റെ മുന്നിലേക്ക് നന്ദനും സച്ചിയും സന്ദീപും അർച്ചനയും എത്തുന്നത്. എന്തായി മോനെ, അവൾ എന്തു പറഞ്ഞു എന്ന് സേതു ചോദിച്ചു. ഞാൻ അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ വിളിച്ചുകൊണ്ട് വരാം അവളെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി പോകാമെന്ന് സേതു പറയുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടും അവൾ ധനുഷിന്റെ ഒപ്പം പോയച്ചാ. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടില്ല. അവൾ വലിയ വാശിയിലാണ്. നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത് എന്നൊക്കെ സച്ചി. അതെ അച്ഛാ, ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാണ് അവൻ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത്. ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ലെന്നും മാത്രമല്ല, അവളുടെ സംസാരം ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ഇനി അച്ഛനും കൂടി അവളുടെ അടുത്തേക്ക് പോയി നാണം കെടണ്ട. ഇത് കേട്ട് വലിയ സങ്കടത്തോടെ തന്നെ സേതു പറയുന്നു. അപ്പോൾ ഞാൻ പോയി വിളിച്ചാലും അവൾ വരില്ലെന്നാണോ പറയുന്നത്? അച്ഛാ, ധനുഷും സ്നേഹയും ഇപ്പോൾ ഭാര്യാഭർത്താക്കന്മാരാണ്. നിയമപ്രകാരം അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞു. ഇനിയും അവരെ പിരിക്കാൻ പോകുന്നത് ഏത് രീതിയിലും തെറ്റാണ് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സന്ദീപ് പറയുന്നു, പോലീസും നിയമവും ഒക്കെ അവരുടെ കൂടെ നിൽക്കൂ അച്ഛാ. നമ്മളെ ആരെയും അവൾക്ക് ആവശ്യമില്ലാത്ത മട്ടിലാണ് അവളുടെ സംസാരം. അങ്ങനെയാണ് അവൾ ഞങ്ങളോട് സംസാരിച്ചിട്ട് പോയത്. അവൾ പോകുന്നെങ്കിൽ പോട്ടെ അച്ഛാ. നമ്മളെ വേണ്ടാത്തവരെയും മനസ്സിലാക്കാത്തവരെയും നമുക്കെന്തിനാ? അവൾ 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 പോയി ജീവിക്കട്ടെ. അങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ അവന്റെ തനി നിറം അവൾക്ക് മനസ്സിലാവും. അതോടെ അവളൊരു പാഠം പഠിച്ചോളും. അന്ന് അവൾക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞത് സത്യമാണെന്ന് എന്ന് സന്ദീപ് പറയുമ്പോൾ സേതു പറയുന്നു, അങ്ങനെ നമ്മളൊരു വാശി കാണിക്കുമ്പോൾ തകരുന്നത് അവളുടെ ജീവിതമല്ലേ? അവന്റെ സ്വഭാവം എന്താണെന്ന് അവൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അവളുടെ ജീവിതം അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ അവളെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ അവളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നത്. ഇത് കേട്ട് നന്ദൻ പറയുന്നു, അച്ഛ, അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാകും. എത്ര സ്നേഹിച്ചാലും മനസ്സിലാക്കാത്ത ചിലരുണ്ട് അച്ഛ. അവളും അങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചാൽ മതി. സന്ദീപ് പറഞ്ഞതുപോലെ അവളുടെ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്ഥാനവും തന്നിട്ടില്ല. അവളെ വളർത്തിയതും സ്നേഹിച്ചതും ഒക്കെ നമ്മുടെ കടമ മാത്രമായിരുന്നു. ആ കടമ പക്ഷേ നമ്മൾ നന്നായി നിറവേറ്റി. ആ സംതൃപ്തിയിൽ ഇനി അങ്ങോട്ട് ജീവിക്കണം. അത്രയേ ഉള്ളൂ. ഇനി അതോർത്ത് ആശ്വസിക്കാം. ഇനി അച്ഛന് 3 ആൺമക്കൾ മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്ന ഒരു മോൾ മരിച്ചുപോയി എന്ന് കരുതിയാൽ മതിയെന്നും നന്ദൻ പറയുന്നു. ഇനി ഒരിക്കലും സ്നേഹ നമ്മുടെ ആരുടെയും കൺമുന്നിലേക്ക് വരില്ല. അവന്റെ സ്വഭാവം അറിഞ്ഞ് അവളുടെ ജീവിതം നശിച്ചു പോയാലും എന്റെ അനിയത്തിയായി ഇനി അവളെ കാണാൻ കഴിയില്ലച്ചാ.
ഒരു ജന്മം മുഴുവൻ വെറുക്കാനുള്ളത് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഞാൻ അവളെ വെറുത്തു കഴിഞ്ഞു. അത്രയ്ക്കും ദേഷ്യം എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാ ഞാൻ കരയാതെ പിടിച്ചു നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞ് സങ്കടത്തോടെ നന്ദൻ അകത്തേക്ക് പോകുന്നു. അർച്ചനയും സച്ചിയും സന്ദീപും മുറിയിലേക്ക് പോകുന്നു. അവന്തികയും അവിടെ നിന്ന് പോവുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സേതുമാധവൻ. ശേഷം കാണിക്കുന്നത് ധനുഷും സ്നേഹിയും മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. മൂർത്തി രണ്ട് കരിക്കുമായി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? തൽക്കാലം രണ്ടുപേരും ഓരോ കരിക്ക് കുടിക്ക്. അല്ല, ഇനിയിപ്പോൾ എങ്ങോട്ട് പോകാനാ പ്ലാൻ? നമ്മുടെ താമസ സ്ഥലത്തേക്കോ അതോ ധനുഷിന്റെ വീട്ടിലേക്കോ എന്ന് മൂർത്തി ചോദിക്കുന്നു. നമുക്ക് ധനുഷിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നു. അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് ധനുഷ് പറയുന്നു. അപ്പോൾ പിന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലം തന്നെയാണ് നല്ലത്. സൗകര്യങ്ങളൊക്കെ കുറവാണ്, പക്ഷേ ചില ചില്ലറ ഒരുക്കങ്ങളൊക്കെ നടത്തിയാൽ നല്ല ഒന്നാന്തരം ഒരു മണിയറ ഞാനൊരുക്കി തരാം എന്ന് മൂർത്തി പറയുമ്പോൾ സ്നേഹ ധനുഷിനോട് പറയുന്നു, അത് മതി ധനുഷ്, എനിക്ക് അധികം സൗകര്യങ്ങളൊന്നും വേണ്ട. എത്ര ചെറിയ സാഹചര്യത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുകൊള്ളാം. എവിടെ ആയാലും ധനുഷിന്റെ ഒപ്പം എനിക്ക് സന്തോഷം തന്നെയാ എന്ന് സ്നേഹ പറയുമ്പോൾ ധനുഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇത് കണ്ട് സ്നേഹ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ധനുഷ്, ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സ്നേഹേ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കിനി വരാനില്ല. പക്ഷെ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയാൽ മതിയോ? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മൾ കല്യാണം കഴിച്ചു. നിന്റെ ആങ്ങളമാരും അർച്ചനേട്ടത്തെയും ഒക്കെ വന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നു. പക്ഷെ ഇപ്പോൾ നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരു നിമിഷം ആലോചിച്ചു പോയി. സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തിനോട് വലിയ ഒരു തെറ്റ് തന്നെയാണ് ചെയ്തത് എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ മൂർത്തി പറയുന്നു, ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അറിഞ്ഞോണ്ടല്ലേ ഇതൊക്കെ ചെയ്തത് എന്ന്. പക്ഷെ ചെയ്ത തെറ്റ് തിരുത്തണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ അച്ഛന് നിന്നോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. നീ ഇറങ്ങി പോന്നപ്പോൾ നിന്റെ അച്ഛൻ തളർന്നു പോയി കാണും. വിഷമിക്കണ്ട, നമുക്ക് അച്ഛനെ പോയി കാണാം. ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാം, അച്ഛന്റെ അനുഗ്രഹം വാങ്ങാം. നമുക്ക് നെല്ലിശ്ശേരി വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, വേണ്ട ധനുഷ്, നമ്മളെ ആരും അവിടെ കയറ്റില്ല. ഏട്ടന്മാർ ധനുഷിനെ ഉപദ്രവിക്കും. എന്റെ കൺമുന്നിൽ വെച്ച് ധനുഷിനെ അവർ എന്തെങ്കിലും ചെയ്താൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതൊന്നും സാരമില്ല, അതിനേക്കാളൊക്കെ വലുത് നിന്റെ അച്ഛന്റെ ആരോഗ്യമാണ്. നമ്മൾ കാരണം അച്ഛനൊരാപത്തും സംഭവിച്ചുകൂടാ. നീ തിരിച്ചു ചെല്ലണം എന്ന് ഒരുപക്ഷെ അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ എന്ന് ധനുഷ്. ഇത് കേട്ട് മൂർത്തി പറയുന്നു, ധനുഷ് പറഞ്ഞതാണ് ശരി. വലിയ വിളിച്ചവന്മാരുടെ മുന്നിലേക്ക് സ്നേഹയുടെ കയ്യും പിടിച്ച് കയറി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മാസ് ഐറ്റമാണ്. എനിക്ക് ആരോടും വാശിയൊന്നുമില്ല മൂർത്തി എന്ന് ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു, പക്ഷെ എനിക്ക് വാശിയുണ്ട്. അത് അച്ഛനോടല്ല, ഏട്ടന്മാരോടുമല്ല. നെല്ലിശ്ശേരിയിലെ സർവാധികാരികളായി സ്വയം വിചാരിക്കുന്നവർ, അർച്ചനേട്ടത്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നു. അവരെ ഓർക്കേണ്ട കാര്യമില്ല. എന്നെപ്പോലെ ഒരു ദുഷ്ടനെ എതിർക്കുന്നത് തന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് ധനുഷ് പറയുന്നു. ധനുഷ് ദുഷ്ടനാണോ അല്ലയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എന്റെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരാളാണ് ധനുഷ് എന്ന് സ്നേഹ പറയുന്നു. ധനുഷിന്റെ കൈയും പിടിച്ച് എനിക്ക് നെല്ലിശ്ശേരിയുടെ പടി കയറി ചെല്ലണം. എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു എന്ന് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം. അച്ഛൻ അനുഗ്രഹിക്കുന്നെങ്കിൽ അനുഗ്രഹിക്കട്ടെ, ഇല്ലെങ്കിൽ ശപിക്കട്ടെ എന്ന് പറയുമ്പോൾ ധനുഷ് പറയുന്നു, സ്വന്തം മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്താൻ ഏതൊരച്ഛനും ആഗ്രഹിക്കും. സഹോദരി സുമംഗലിയാകുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ സഹോദരങ്ങളല്ലേ? പക്ഷെ അതിനൊന്നുമുള്ള അവസരം നമ്മൾ അവർക്ക് കൊടുത്തില്ല. സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അത് എന്തൊക്കെ ചെയ്താലും അവർ നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. രണ്ട് തല്ല് കിട്ടിയാലും കുഴപ്പമില്ല. അതോടെ ഈ പ്രശ്നങ്ങൾ തീരുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് മൂർത്തി പറഞ്ഞു. ധനുഷ് പറഞ്ഞതാണ് ശരി. നമുക്ക് അച്ഛനെ കാണാം, അവരുടെ അനുഗ്രഹവും വാങ്ങാം. പിന്നെ അർച്ചനേട്ടത്തിയുടെ മുന്നിൽ എനിക്ക് ഞെളിഞ്ഞു നിൽക്കണം. ധനുഷിന്റെ കൈപിടിച്ച് സ്നേഹ പറയുന്നു, മരണം വരെയും ഈ കൈവിടില്ല എന്ന് എനിക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇപ്പോൾ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് ധനുഷ്. ശേഷം കാണിക്കുന്നത് ബുള്ളറ്റിൽ സ്നേഹയുമായി ധനുഷ് നെല്ലിശ്ശേരി വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് അവന്തിക അവിടെ നിൽക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് അവരെ രണ്ടുപേരെയും കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സ്നേഹേ, എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നു, ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നോ? ഇത് എന്റെ വീടായതുകൊണ്ട് ഞങ്ങൾക്ക് അച്ഛനെ ഒന്ന് കാണണം, അച്ഛന്റെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യണം എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു, അതിന് പറ്റിയൊരു സാഹചര്യമല്ല ഇപ്പോൾ. നിങ്ങളെ കണ്ടാൽ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ സ്നേഹ ചോദിക്കുന്നു, എന്ത് പ്രശ്നം? ഞാൻ എന്റെ അച്ഛനെ കാണുന്നതിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? ധനുഷ് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ധനുഷിനെയും കൂട്ടി സ്നേഹ അകത്തേക്ക് കയറുന്നു. അപ്പോൾ തന്നെ സേതു മുന്നിലേക്ക് വരുന്നുണ്ട്. അച്ഛാ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. ഞങ്ങൾ ഇന്ന് വിവാഹം കഴിച്ചു. എല്ലാം മറന്ന് അച്ഛൻ ഞങ്ങൾ രണ്ടുപേരെയും അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് അച്ഛന്റെ അടുത്ത് വന്ന് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ തുടങ്ങുമ്പോൾ സേതു പിന്നിലേക്ക് മാറുന്നു. മനസ്സറിഞ്ഞത് അറിയേണ്ട ഒന്നാണ് അനുഗ്രഹം, അതും സ്നേഹമുള്ളവർക്ക്. എന്നെ ചതിച്ച നിന്നെയും ഇവനെയും ഞാൻ അനുഗ്രഹിക്കണോ എന്ന് സേതു ചോദിക്കുന്നു.
സ്നേഹ പറയുന്നു, ഞാൻ ആരെയും ചതിച്ചിട്ടില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളിടത്തോളം കാലം അച്ഛൻ എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിഷമവുമില്ലെന്ന് സ്നേഹ പറയുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ധനുഷിന് ഇഷ്ടമാണെന്ന്, ഞങ്ങളുടെ വിവാഹം നടത്തി തരണമെന്ന്. ആരെങ്കിലും കേട്ടോ? അച്ഛന്റെയും ഏട്ടന്മാരുടെയും വാക്കിനെ എതിർത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് എത്രമാത്രം ഇഷ്ടമുണ്ടായിരിക്കണം. മറ്റാരും എന്നെ